പിള്ളയെ കൊന്ന ആരായാലും തക്ക ശിക്ഷ കിട്ടണം. ഇവരെ തൂക്ക് കയറലൊന്നും ഗ്രീഷ്മ എന്നൊരു പെൺകൊച്ചിനെ കൊടുത്തല്ല കൊടുക്കല്. 2.5 വയസ്സെ കൊച്ചിനെ കൊന്ന അവനായാലും അവളായാലും ആരായാലും ഈ ചെയ്ത ആരായാലും ഒരേ നിയമത്തിന് ഇട്ട് കൊടുക്കല്. നമുക്ക് നാട്ടിൽ കിട്ടിയിടണം. അവളെന്തൊക്കെ ചെയ്യണം നമ്മൾ ചെയ്യും. വലിച്ച ഇവിടെ നരക്കി അവളെ എല്ലാ ഭാഗം നരക്കിയിട്ട് ഇനി അവള് നല്ല വെളുപ്പുള്ള ഒരു പെണ്ണെന്ന് വിചാരിച്ച് അവള് ഇനി ഈ ലോകത്ത് ഇനി ഒരു കൊച്ചിനെ ഒരു വ്യക്തിയായാലും ഒരു പെൺകുട്ടിയായാലും ഇതുപോലെ മക്കളെ വേണ്ടെങ്കിൽ കൊണ്ട് അനാഥാക്കും, അല്ലെങ്കിൽ മക്കളെ പ്രസവിക്കല്. നൊന്ത് പ്രസവിച്ചാൽ ഇവളൊക്കെ എങ്ങനെ ചേട്ടാ സഹിക്കുന്നേ? എങ്ങനെ സഹിക്കുന്നേ? ആ കുഞ്ഞിനൊന്ന് എടുക്കുമ്പോഴേ അല്ല അവള് 2.5 വയസ്സായി, ഇത്രയും മാസം എടുത്ത് നടന്നിട്ട് അവൾക്ക് എങ്ങനെ തോന്നി കൊച്ചിനെ കൊല്ലേ? ആ കൊച്ചിന് ചിരി പോലും കിടക്കാകുന്നത്. ഒരു നിമിഷം ബാവയാണ് ഒരു ദിവസം ഈ പാല് കൊടുത്ത ആ ഒരു അവൾ കാണിക്കുന്നത്. കൊച്ചുമാളെ കൊന്നിട്ട് അവൾക്ക് എന്താണ് കിട്ടിയത്? അവൾക്ക് അവൻ എന്താണ് കിട്ടിയത്? കടം തീരുവോ? തീരുവോ? കടം തീരൂല. സൂഹിക്കണം, അവർക്ക് സൂഹിക്കണം, പെണ്ണുങ്ങൾക്ക് സൂഹിക്കണം. ആണുങ്ങളെന്നും പട്ടിക്ക് തുല്യം. ആണുങ്ങൾക്ക് വേറെ വഴിയില്ല. ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ആണുങ്ങൾ പ്രത്യേകമുള്ളൂ. ആണുങ്ങൾ ഒരു പെണ്ണെടുത്ത് മിണ്ടിയ അതിന് കുറ്റം, ഒരു പെണ്ണെടുത്ത് സംസാരിച്ച അതിന് കുറ്റം. പക്ഷെ പെണ്ണുങ്ങൾക്ക് എല്ലാം ആവാം. ഈ ലോകത്ത് പെൺകുട്ടിക്ക് എല്ലാം ആവാം. ആയിക്കോട്ടെ, അവർക്ക് അടുത്ത് മിണ്ടാൻ മിണ്ടാം. പക്ഷെ നമ്മൾ തിരിച്ച് നമ്മൾ ആണുങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉടനെ പീഡനം, ഉടനെ അടി, നമ്മളെല്ലാം അകത്താവുക. കാര്യം ഇപ്പൊ തന്നെ കുറെ കാര്യം അറിഞ്ഞു. ഒരു പെണ്ണ് പിടിപ്പിക്കും കൊടുക്കണില്ലേ? ഒരു പെണ്ണ് അറിവില്ലാതെ ഒരു പെണ്ണ് ഒരാൾ പിടിപ്പിക്കുമോ? ഒരു 5-6 വർഷം പറയും. പിന്നെ ഇതിനിടയ്ക്ക് ഒരു 60 രൂപ പീഡിപ്പിച്ചു. ഇത്രയും വർഷം ഞാൻ കൊച്ചറിഞ്ഞില്ലേ? പിടിപ്പിച്ച കാര്യം അറിഞ്ഞില്ലേ? ആദ്യം പിടിപ്പിക്കുന്ന തന്നെ പറയും, സാറ് എന്നെ പിടിപ്പിച്ചു പറയുമല്ല. ഇത് ഒരു 5-6 ഒരു എത്ര 60 പിടിപ്പിച്ചാണ് അവള്. അപ്പോഴാണ് അവൾ അറിഞ്ഞത്, അവൾക്ക് ബോധം വന്നത്. ഇതാണോ പെണ്ണ്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നുപോലെ ഞാൻ കിട്ടണം. പെണ്ണ് തെറ്റ് തന്നെ. പക്ഷേ സ്റ്റേഷനിൽ പോയി ഒന്നും കാര്യമില്ല. അവരെല്ലാം പെണ്ണുങ്ങളെ സ്ഥലത്തേക്കുള്ളൂ അല്ലേ? എന്റെ കൂടെ പണി ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക്ഷോപ്പില്. ആള് ഒരു മന്ദബുദ്ധി. ഒരു മൊബൈൽ കൊടുത്താൽ വാട്സപ്പ് ചെയ്തത് ഇത് അവന്റെ നമ്പർ പോലും അവൻ അറിഞ്ഞൂടാ. ആ കൊച്ചി ഒരിക്കലും ചെയ്യൂല, ഉറപ്പ്. അത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ മന്ദബുദ്ധി. കാരണം ആ കൊച്ചിനെ അവനാണ് മിക്ക ദിവസം എടുത്തോണ്ട് നടക്കണത്. ഉമ്മ മച്ച് കൊണ്ട് നടക്കണത്. ഇവിടെ അവന്റെ അച്ഛനും അമ്മയും നിൽക്കും, അവന്റെ അച്ഛനും അപ്പച്ചനും അവിടെ നിൽക്കും. എന്നിട്ട് അവരാണ് ചെയ്യണത്. പക്ഷെ അപ്പൊ ഏറ്റെടുത്തെങ്കിൽ അവന് മാനസികമുള്ള പരിഗണന. അടുത്ത കോടതി പോകുമ്പോൾ അവൻ ഇറക്കിക്കൊണ്ട് പുല്ലുവലഞ്ഞ് കൊണ്ടുവരും. എങ്ങനെ ഇവനെ പുല്ലുവല കൊണ്ട് ഇറക്കി വരും. ലാസ്റ്റിൽ ഈ നിൽക്കുന്ന ഈ സ്ത്രീ, ഈ പറഞ്ഞ ഇവൾ അമ്മ എന്ത് മരിക്കാത്തത്? അപ്പൊ അവർക്ക് ജീവന് പേടിയുണ്ടോ? ആ കൊച്ചു മരിച്ചു, എന്താ അവൾ മരിക്കാത്തത്? ഈ തള്ള കിടന്ന് കരച്ചില്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച്? എന്ത് തള്ള മരിക്കാത്തത്? കൊച്ചു പിള്ള പോയി എന്ത് മരിക്കത്ത്? കൂടെ മരിക്കുന്നത്? അപ്പൊ അവരൊരു ജീവൻ അവർക്ക് പേടിയുണ്ടല്ലേ? ഉണ്ടല്ലേ? ഇല്ലെങ്കിലേ ഒരു കാര്യം, എൻ്റെ മോള് മരിച്ച് കൂടെ മരിക്കുക, അല്ലെ നമ്മളെ കൂടെ ആത്മഹത്യ ചെയ്തെങ്കിലേ സമ്മതിച്ച് അവളാണ് അല്ല പെണ്ണ്. ഇത് ഞാൻ ഇരിക്കുന്നു. അപ്പൊ അവൾക്ക് ഇനിയും ജീവിക്കണം. മക്കളല്ല ഇനി അച്ഛൻ അമ്മ ചത്താലും അവർക്ക് ജീവിക്കണം. നടക്കാത്ത കാര്യം. എനിക്ക് സംശയമായിട്ട് അങ്ങനെ സംശയം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആയിട്ട് ആരുമില്ല. എങ്കിലും എല്ലാവരും എൻ്റെ മിണ്ടും. ഞാൻ അങ്ങനെ ആരും മിണ്ടാൻ പോകില്ലെങ്കിലും അത് വലിയ പിടിച്ച സംസാരിച്ചാൽ മിണ്ടും. പക്ഷെ എനിക്ക് ആ പെണ്ണിനെ ആ പയ്യൻ ചെയ്യുന്ന എനിക്ക് ആ പെണ്ണിനെ തള്ളാൻ എനിക്ക് കാര്യം നമ്മളത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ ഞങ്ങൾ തന്നെ സംശയിച്ചു പോകണം. എങ്ങനെയാ കാര്യം? നിങ്ങൾ ഇപ്പൊ വന്നിരുന്ന മിണ്ടി എന്നെ നിങ്ങൾ അറിയാമോ? അറിഞ്ഞൂടാ. നിങ്ങൾ ചേട്ടാ ഒരു വീഡിയോ വരുമോ എന്ന് ചോദിച്ചു. ഇതുപോലത്തെ സ്നേഹം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളെ എവളാണ് ചെയ്തെങ്കിൽ ഇല്ല, ഇവക്ക് 56 ലക്ഷം രൂപ എങ്ങനെ കടമെന്നാ? ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ കടമെന്നാ? വീട് വെച്ചോ? മക്കളയച്ചോ? കടം പോട്ട്. എന്തിനാ കൊച്ചിനെ കൊന്ന്? എന്തിനാവശ്യത്തിന്? ഏതെങ്കിലും വീടിന്റെ നട കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആരെങ്കിലുമൊക്കെ ആ കൊച്ചിനെ എടുത്ത് ഉമ്മ വെച്ച് അവർ വളർന്നു വരുന്നു. അത് നല്ല അടിപൊളി കുട്ടി, നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടാവും മുഖവും. പിന്നെ അറിയാം. ഈ പൈസ ഒരുപാട് കടം വാങ്ങിച്ച്
വേറെ നേരെ വഴിയിലല്ല ജീവിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പൊതുവെ അറിയില്ല, അങ്ങനെ നിങ്ങളുടെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ അത് ശരിവെക്കുന്നുണ്ടോ? പിന്നീട് അങ്ങനെ ഉള്ള സംസാരത്തിൽ നമ്മൾ അങ്ങനെ മിണ്ടൂല. എൻ്റെ വീട്ടിൽ കുറേ ദിവസം വന്ന് നിന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അപ്പം അവിടെ ഒരു കാമ്പുറത്തൊരു പയ്യനോടുള്ള ചെറിയ പ്രശ്നത്തിൽ ഈ കൊച്ചിനെ എൻ്റെ വീട്ടിൽ കൊണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നേഴ്സറി. അവിടെ ഇവളമ്മ ആയിട്ട് വരുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ ആക്കിയിരുന്നു. അപ്പോഴേ നമുക്ക് അറിഞ്ഞല്ലോ കൊച്ചല്ലേ ഇത്ര വരും, ഇപ്പോൾ ഇത്രയും. അപ്പോൾ നമുക്കറിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ നിൽക്കിട്ട് ഇവിടെ പോലെ ടി വി ഒക്കെ വീട്ടിൽ ടി വി ഒക്കെ ഇട്ട് കാണും. പിന്നെ ഞാൻ അറിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് അവിടെ ഒരു പയ്യൻ്റെ കൂടെ പോയിട്ടാണ് ഈ കൊച്ച് അപ്പോഷനാക്കിയിട്ടാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പോഴാ 16-17 വയസ്സിൽ ആണെന്ന്. അപ്പോഴാണ് ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നിട്ട് അടുത്ത് പിന്നെ ഒരു കല്യാണം കഴിച്ച് കൊടുത്തു. പക്ഷെ ആ ഭർത്താവിന് അങ്ങനെ അടിക്കും. പക്ഷെ അങ്ങനെ ആൾ പാവം ഡീസൻറ്റ്. ഇവിടെ വന്നിട്ട് ആരുടെ ഒരു ചീത്ത വിളി വഴക്ക ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ആണ്ടിലടിക്കുന്ന ചീത്തയും വിളിക്കാനെങ്കിലും. പക്ഷെ അങ്ങനെ ഡീസൻറ്റ് ഇന്നിങ്ങനെ അങ്ങനെ കാര്യം. പക്ഷെ അങ്ങനെ കരുവാക്കാൻ അങ്ങനെ ഇന്ന ദിവസം തന്നെ ഇവർ ഈ വേല ചെയ്യേണ്ട കാര്യമില്ലുണ്ടോ? പുള്ളിനെ കരുവാക്കാൻ വേണ്ടിയാണെന്നാണ് ഇപ്പോൾ. മാത്രമേ ഉള്ളൂ കാര്യം. അങ്ങനെ വന്ന ദിവസം അങ്ങനെ മറ്റേ അങ്ങനെ അവരാ ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് 16 അന്ന് തലേ ദിവസം വന്ന് ഇവിടെ നിന്നു അല്ല അങ്ങനെ വരുമോ? അങ്ങനെ അല്ല വരില്ല. അങ്ങനെ വന്നാൽ പോയി എന്നെ കണ്ടാലും ചേട്ടാ തരാനിട്ട് പോകും. പക്ഷെ ഇത് മനഃപൂർവ്വം അങ്ങനെ പുറത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു ആലോചന. പക്ഷെ അത് നടന്നില്ല. അത് അത്യാവശ്യമൊക്കെ അവരൊക്കെ എല്ലാം അത് അവർ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ കരഞ്ഞില്ല. പക്ഷെ അങ്ങനെ കണ്ടിരുന്ന ആ ദുഃഖം നമുക്കറിയാം. അങ്ങനെ കാര്യമേ ദുഃഖമുള്ളൊരു കരയില്ല, മനസ്സിലടക്കി പിടിക്കും അല്ലേ? പിടിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും അല്ലേ? നമ്മൾ ആരും മുമ്പിലും നമ്മൾ കരയില്ല, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദുഃഖത്തോടെ കരയും അല്ലേ? അതുപോലെയാണ്. പക്ഷേ ഇത് എൻ്റെ പൊന്നേട്ടാ, ഞാൻ ജനിച്ച അന്നോട്ട് ഇതുവരെ പെണ്ണുങ്ങൾ ഓടിപ്പോയിട്ടുണ്ട്, ഇവിടെ അടികൂട്ടുണ്ട്, ഇടിയെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഈ കൊച്ചിനെ കരുതുന്നത് എൻ്റെ ഈ പാർട്ടിൽ ഇത് ആദ്യമായിട്ട്. ബാക്കി ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പണങ്ങി പോയിട്ടുണ്ട്, അടികൂട്ടുണ്ട് എല്ലാം. പക്ഷെ ഇത് ആദ്യമായിട്ട് സഹിക്കാൻ പറ്റാതെ കൊച്ചായുണ്ട്. വലുതാ നമുക്ക് പക്ഷേ അപ്പട്ട് എന്തായാലും മരികളല്ലേ ഇത്. ഇനി എത്രയോ വർഷം ജീവിക്കണം കൊച്ച് അല്ലേ? അവൾക്ക് കല്യാണം കഴിയണം, കൊച്ചാനോട് ജീവിക്കണം, നല്ല അടുത്തുകൂടി ജീവിക്കണം എന്നൊക്കെ, സ്കൂളിൽ പോകണം എന്നൊക്കെ ആഗ്രഹം കൊച്ചിനാണല്ലേ? എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്ത ഇവരൊക്കെ? ഇപ്പൊ ഇവളൊക്കെ എന്ത് ചെയ്യണം? കൊല്ലല് നരക്കണം. ഇവ നരക്കിയിട്ട് കൈയും കാര്യം ഇവള് നക്കി തിന്നണം ചോറ്. ആഹാരം വാരി കൊടുക്കാം. അപ്പോഴേ അവള് മനസ്സിലാക്കും ഞാൻ ചെയ്ത തെറ്റെന്താണ്. അവൾ അപ്പം മനസ്സിലാക്കും ഇല്ലേ? 2 കൈയും കാര്യം അടിച്ചു പിടിക്കണം. അടക്കല്ലേ അവള് ഏടഞ്ഞ് ചോറും ആഹാരം നക്കി തിന്നണം. അപ്പോഴവള് അപ്പൊ ഞാൻ അന്ന് ചെയ്ത തെറ്റാണ് എനിക്ക് ഇന്ന് കിട്ടിയെന്ന് ഇല്ലേ? അത്ര ചെയ്യാവോ? അങ്ങനെ ചെയ്യാം. അല്ലെ ഇവിടെ കോടതി പേരെന്തര് അവർക്ക് അവിടെ ജാമ്യം ഇവിടെ ജാമ്യം, അത് കാര്യമില്ല. ഏത് കോടതി? അവിടെ പോയി അവർക്ക് ജാമ്യം. ഇപ്പം മറ്റേ ഡിവിഷൻ പെണ്ണെ കൊന്ന് അവൾ പറഞ്ഞിട്ടില്ലേ 38 വയസ്സ് ഇറങ്ങി വരുമെന്ന്. എന്തിന്? ആ ചെറുക്ക അനുഭവിച്ച ആ വേദന, ആ വീട്ടുകാരുടെ വേദന അവൾ അത്രയും മാത്രം സ്നേഹിച്ചു. എന്നിട്ട് അവൾ ചെയ്തതാ, ഈ പെണ്ണ് ചെയ്തതാ.